Hi there, I'm Rani. Welcome to my YouTube channel Lesson Up Live. അപ്പോൾ ഇന്ന് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതായത് വാസ് ഓർ വെയർ, അതായത് പാസ്റ്റ് കണ്ടിന്യൂസ് വരുമ്പം പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആക്കണം എന്നുള്ളൊരു ടെൻസൊക്കെ പഠിച്ചിട്ട് കുട്ടികൾ എങ്ങനെയൊക്കെ കൊടുത്തിരുന്നാലും അത് തെറ്റിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് സീരീസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുമ്പോൾ അതിൽ വാസ് വെയർ വന്നിട്ടുണ്ടോ, അതിനെ എങ്ങനെ എത്ര സിമ്പിളായിട്ട് ടെൻസിനൊന്നും നോക്കാതെ എങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് വളരെ ഈസി ആയിട്ട് അതിനെ മാറ്റുന്നതെന്നാണ് ഇന്നത്തെ ലെസണിൽ പഠിക്കുന്നത്. അപ്പോൾ അതിനൊരു സിമ്പിൾ ടെക്നിക്കാണ്. വാസ് ഓർ വെയർ ഉണ്ടോ നിങ്ങൾ ഹാഡ് ബീൻ ആക്കി കൊടുത്തോളൂ. ടെൻസിനെ പറ്റി ഒന്നും തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട, ജസ്റ്റ് ഹാഡ് ബീൻ ആക്കുക. അപ്പോൾ നമുക്ക് ആഡ്വർബിൽ ചേഞ്ചസ് വരാം. അത് യെസ്റ്റർഡേ എന്നായിരിക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത് എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ യെസ്റ്റർഡേ എന്ന് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രീവിയസ് എന്നാക്കി കൂടെ. അതായത് പ്രീവിയസ് ഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ എന്നൊക്കെ വന്ന ഉടനെ പ്രീവിയസ് വീക്ക്, പ്രീവിയസ് മന്ത് അല്ലെ പ്രീവിയസ് ഇയർ, ഇതാണ് ഇതിൻ്റെ കൂടെ വരാവുന്ന ഒരു ആഡ്വർബിയൽ ചേഞ്ച്. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ലെസണിലേക്ക് പോവാം. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് പോലെ വാസ് ഓർ വെയർ വന്നാൽ എങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് വളരെ എളുപ്പത്തിൽ മാറ്റാമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. നോക്കിക്കോ, വാസ് ഓർ വെയർ വന്ന് നിങ്ങൾ ടെൻസ് ഒന്നും നോക്കണ്ട, ഹാഡ് ബീൻ എന്ന് ചേർത്ത് കൊടുക്കും. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഷീ സെഡ് സ്റ്റേറ്റ്മെൻ്റ് ആകുമ്പോൾ നമുക്ക് എന്ത് വേണം, ദാറ്റ് വേണം. ഓക്കെ, ലിങ്കിങ് വേർഡായിട്ട് നമുക്ക് ദാറ്റ് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്കൊന്ന് എഴുതി നോക്കാം. ഷീ സെഡ് എന്ത് വേണം, ദാറ്റ്. ഓക്കെ, അവളാണ് പറയുന്നത് അല്ലേ, അവൾ പറയുമ്പോൾ ഞാനെന്ന് പറയും. നമ്മൾ പറയുമ്പോൾ എന്താക്കണം, ജെൻഡർ ആക്കണം. അപ്പോൾ ഷീ സെഡ് ദാറ്റ് ഷീ. ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണോ, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് ആക്കുന്ന ടെൻസ് റൂളൊന്നും നമ്മൾ നോക്കുന്നില്ല. വാസ് ഓർ വെയർ വന്നു, ധൈര്യമായിട്ട് നിങ്ങൾ ഹാഡ് ബീൻ കൊടുക്കണം. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റിൽ. അപ്പോൾ ഷീ സെഡ് ദാറ്റ് ഷീ, നീ എന്ത് കൊടുക്കണം, ഹാഡ് ബീൻ. ഇത്ര എഴുതിയ നിങ്ങളുടെ ആൻസർ കറക്റ്റായി. ഇനി എന്താണ്, ഹാഡ് ബീൻ റീഡിങ് എ നോവൽ യെസ്റ്റർഡേ. യെസ്റ്റർഡേക്ക് ചേഞ്ച് നമ്മൾ നേരത്തെ നോക്കി, എന്താണ്, ദ പ്രീവിയസ് ഡേ. അല്ലേ, പ്രീവിയസ് ഡേ അല്ലെങ്കിൽ ദ ഡേ ബിഫോർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ആഡ്വർബിയൽ ചേഞ്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ റൂൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന സിമ്പിൾ ടെക്നിക്ക് ഇത്രയേ ഉള്ളൂ. വാസ് ഓർ വെയർ വന്നാൽ ഹാഡ് ബീൻ ആക്കുക. ഓക്കെ, ഇനി നമുക്ക് വെയർ വരുന്നുള്ളൂ നോക്കാം. ഹീ സെഡ് വി വെയർ പ്ലേയിങ് ഫുട്ബോൾ അറ്റ് 5 PM. അപ്പോൾ ഇത് പാസ്റ്റിൽ കഴിഞ്ഞ കാര്യമാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഇത് മാറ്റുമെന്ന് നോക്കാം. ഹീ സെഡ് എന്താ ആഡ് ചെയ്ത് കൊടുക്കണം, ദാറ്റ് അല്ലേ. ഇപ്പം അവൻ പറയുമ്പോൾ ഞങ്ങൾ അല്ലേ, ഞങ്ങൾ കളിക്കുകയായിരുന്നു, ഫുട്ബോൾ കളിക്കുകയായിരുന്നു. അപ്പം അവിടെ ഒരു പ്ലൂറലാണ് അല്ലേ, പ്ലൂറൽ സെൻസിലാണ് സംഭവം പറയുന്നത്, ആരൊക്കെയാണ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ദേ എന്ന് കൊടുക്കണം. അപ്പോൾ പ്രോനൗൺ അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഓക്കെ, ദാറ്റ്. വീണ്ടും നമുക്ക് വെയർ വരുന്നു. വാസ് ഓർ വെയർ വന്നാൽ നമ്മൾ എന്താക്കുമെന്ന് പഠിച്ചിരിക്കുന്നത്, ഹാഡ് ബീൻ. ഓക്കെ, സോ നമുക്ക് എഴുതി കൊടുക്കാം, ദേ had been playing football at 5 PM. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ടെൻസ് റൂളും നമ്മൾ ബോദർ ചെയ്യുന്നില്ല. നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് പഠിച്ചു പോകുന്നത്. വാസ് ഓർ വെയർ മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ്. എന്നാൽ സിമ്പിളായിട്ട് ഹാഡ് ബീൻ ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊരെണ്ണം ഒരു കോൺവെർസേഷൻ മോഡിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വാസ് ഓർ വെയർ ഹാഡ് ബീൻ ആവുമെന്നാണ്. സോ ഇവിടെ നമുക്കൊരു കോൺവെർസേഷൻ മോഡിലെ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ അല്ല നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്, നിങ്ങൾ ഓർക്കുക, ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് ബോസ് ചോദിക്കുന്ന എംപ്ലോയിയോട് വൈ വെയർ യു ലേറ്റ് ഫോർ ദ മീറ്റിംഗ് യെസ്റ്റർഡേ. സോ എംപ്ലോയി റിപ്ലൈസ് ഐ വാസ് സ്റ്റക്ക് ഇൻ ട്രാഫിക് ബിക്കോസ് ഓഫ് ആൻ ആക്സിഡൻറ്റ്. സോ നമുക്ക് ഈ എംപ്ലോയി പറയുന്ന പാർട്ട് ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ റൂള് വാസ് വന്നാൽ ഹാഡ് ബീൻ അല്ലെ, വേറെ വന്നാലും ഹാഡ് ബീൻ. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് വാസാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതണമെന്ന് നോക്കാം. ഇതാണ് ദി എംപ്ലോയി
ഇതിങ്ങനെയായിരിക്കും നിങ്ങൾക്ക് എംപ്ലോയി പറഞ്ഞ പാർട്ട് റിപ്പോർട്ട് ചെയ്യാമെന്നായിരിക്കും. അപ്പോൾ ദ എംപ്ലോയി റിപ്ലൈഡ് സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് വേണം? ദാറ്റ് വേണം. റിപ്ലൈഡ് ദാറ്റ്. അപ്പം എംപ്ലോയി പറയുമ്പോൾ ഞാനെന്ന് പറയും, നമ്മൾ പറയുമ്പോൾ നമുക്കിപ്പോൾ അത് ഒരു മെയിൽ ജനറേറ്റ് എടുക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹി എന്ന് കൊടുക്കാം. ഓക്കെ, ദാറ്റ്. ഇനി എന്താ വാസ്? സിമ്പിളായിട്ട് ഹാഡ് ബീൻ എന്ന് കൊടുത്തോളൂ. ഹി ഹാഡ് ബീൻ സ്റ്റക്ക് in traffic because of an accident. അത്ര ഈസി ആയിട്ട് നമ്മൾ വാസ് ഓർ വെയർ വന്നാൽ ഹാഡ് ബീൻ ആകും എന്ന് പഠിക്കുന്നതിലൂടെ എത്ര എളുപ്പത്തിൽ നമ്മൾ ടെൻസ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ഒരു സെൻറ്റൻസ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, പിന്നെ ഒരു കോൺവെർസേഷൻ മോഡും ഉണ്ട്. രണ്ടിലും വാസ് ഓർ വെയർ ഉണ്ട്. അപ്പോൾ ഇതിന് എങ്ങനെയാണ്? ഷീ സെഡ് വി വെയർ വാച്ചിങ്. ഈ വെയറിൻ്റെ ചേഞ്ച് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഹാഡ് ബീൻ. പിന്നെ ലാസ്റ്റ് നൈറ്റ് എന്നൊരു ആഡ്വർബിയൽ പാർട്ട് വരുന്നുണ്ട്. ലാസ്റ്റ് നൈറ്റ് എന്താക്കണം? ദ പ്രീവിയസ് നൈറ്റ്. അത് മാത്രമേ ഉള്ളൂ. ബാക്കി ഇതിൽ വരുന്ന ആൻസർ നിങ്ങൾ ഒന്ന് എഴുതി നോക്കൂ. ഓക്കെ, ദെൻ ടീച്ചർ വൈ വെർ യു നോട്ട് പേയിങ് അറ്റൻഷൻ ഡ്യൂറിങ് ദ ക്ലാസ്. അപ്പോൾ ഈ പാർട്ടാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. സ്റ്റുഡൻറ്റ്, അതായത് സ്റ്റുഡൻറ്റ് പറഞ്ഞ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ക്വസ്റ്റ്യൻ. സോ സ്റ്റുഡൻറ്റ് റിപ്ലൈഡ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ വാസ് ആണ് വന്നിരിക്കുന്നത്. ഇതിൽ വേറാണ്, ഇതിൽ വാസ് ആണ്. രണ്ടും എന്നിരുന്നാലും നമുക്ക് ടെൻസ് ചേഞ്ചസ് ഒന്നും നിങ്ങൾ അറിയണ്ട. ഹാഡ് ബീൻ എന്ന് ചേർത്ത് കൊടുക്കുക. വേറെ ഒന്നിനും ഒരു മാറ്റവും ഇല്ല. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു ലെസണുമായി വീണ്ടും കാണാം. ബൈ.